ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ABC ജ്യൂസാണ്. A ഫോർ ആപ്പിൾ, B ഫോർ ബീട്രൂട്ട് ആൻഡ് C ഫോർ ക്യാരറ്റ്. ആപ്പിൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ പകുതി എടുത്താൽ മതി. അതുപോലെ ഒരു ചെറിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇത് ഒരു ജ്യൂസിന് വേണ്ടിയിട്ടുള്ള അളവാണ് പറയുന്നത്. ABC ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ബ്ലഡ് ഉണ്ടാവാനും അതുപോലെ തന്നെ നിറം വർദ്ധിക്കാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ ഇത് ആപ്പിൾ പീൽ ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം കൂടെ ഒരു ബ്ലെൻഡറിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. എത്ര നല്ലതാണെങ്കിലും ബീട്രൂട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് നമ്മൾ പച്ചയ്ക്കാണല്ലോ ഉപയോഗിക്കുന്നത്, റോ ആയിട്ടാണല്ലോ, വേവിക്കുന്നില്ല. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു 3 ദിവസം മാത്രം ഈ ജ്യൂസ് കുടിക്കാവുള്ളൂ. എല്ലാ ദിവസവും അടുപ്പിച്ച് കുടിക്കാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് ബ്ലെൻഡറിൽ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് 1/2 ഗ്ലാസ് തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ജ്യൂസാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ചേർന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത്യാവശ്യത്തിന് മധുരവും ഉണ്ട്. വേറെ മധുരം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ തേൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് അരിക്കാതെ യൂസ് ചെയ്യുവാണ് നല്ലത്, കാരണം അതിൻ്റെ ഫൈബർ കണ്ടൻ്റ് എല്ലാം നഷ്ടപ്പെടാതിരിക്കും. അത് ഇങ്ങനെ തന്നെ സ്മൂത്തി ആയിട്ട് കുടിക്കുവാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ച് അതിൻ്റെ ജ്യൂസായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ABC ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അയൺ അബ്സോർപ്ഷനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും വൈറ്റമിൻ C വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വൈറ്റമിൻ സിയും കൂടെ ചേർത്ത് കഴിക്കുകയാണ് എപ്പോഴും ജ്യൂസിനൊക്കെ ഏറ്റവും നമുക്ക് അതിൻ്റെ ആ വൈറ്റമിൻസ് അബ്സോർവ് ചെയ്യാനായിട്ട്, ശരീരം ബോഡി അബ്സോർവ് ചെയ്യാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു വലിയ നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ആ ജ്യൂസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക വേണമെങ്കിലും ഇട്ട് ജ്യൂസ് അടിക്കുമ്പം ഉപയോഗിച്ചാലും മതി. എന്തായാലും ABC ജ്യൂസാണല്ലോ, അതിൻ്റെ പേരനർത്ഥമാക്കുന്ന രീതിയിൽ ആപ്പിൾ, ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റാണ് നമ്മൾ ജ്യൂസാക്കി എടുക്കുന്നത്. പക്ഷേ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എന്താ, നമ്മുടെ ABC ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് സ്മൂത്തി ആയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ച് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ ഫൈബർ കണ്ടൻ്റൊക്കെ കുറച്ചൊക്കെ പോകും, എന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.